ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ തന്നെ രാവിലെ 6:45 ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം ഇന്ന് നമുക്കൊന്ന് പുറത്തൊക്കെ പോകണം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ടല്ലോ, 10 ദിവസത്തെ എപ്പിസോഡ് ഓണത്തിൻ്റെ. അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്ത് വെച്ചിട്ടാണ് പോകണമെങ്കിൽ ഷൂട്ടൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചാവക്കാടൊക്കെ പോകുന്നുണ്ട്. എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇട്ടയുടെ ബസ്സിന് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയാണെന്ന് വരണത്. ചേട്ടൻ്റെ അമ്മ ജോലി സ്ഥലത്ത് ഇറങ്ങും. പിന്നെ ഞങ്ങൾ കേച്ചേരി പോയി ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഗുരുവായൂർ ബസ് കയറുകയാണ് ചെയ്യുക. ചാവക്കാടാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ അത് വരണത്. പിന്നെ അങ്ങനെ അമ്മ കയറി. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ പിന്നെ അവിടെ എത്തി കേച്ചേരി തൊട്ട് നല്ല മഴയായിരുന്നു. അങ്ങനെ ചാവക്കാട് എത്തി ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ഇത് തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. ഞാനിവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ സ്ഥലമൊന്നും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ബീച്ച് കാണാൻ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ അതിന് പോകും. പക്ഷെ പാലത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഈ സ്ഥലം. പക്ഷെ നമ്മളത് ആദ്യമായിട്ടാണ് വരണത്. അപ്പം ചേച്ചീൻ്റെ ശരിയാക്കുമ്പോൾ ഇപ്പോൾ കുറേ ടൈം എടുത്തു എന്ന് പറഞ്ഞ കാരണം നമ്മളെല്ലാം സെറ്റപ്പായിട്ടാണ് പോയത്. അങ്ങനെ തന്നെ ഇവിടെ വന്നു. നമ്മൾക്ക് വന്ന വശം തന്നെ എല്ലാം റെഡിയായി കിട്ടിയിട്ടാണ്. കുറേ നേരം എടുക്കുമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് നേരത്തെ എത്തി നമ്മളെ. അപ്പോൾ നമുക്കതെല്ലാം റെഡിയാക്കി തന്നു. നേരെ ഞങ്ങൾ ചാവക്കാടുന്ന് ബസ് കയറി. അപ്പോൾ ഡയറക്റ്റ് വാഗയിലേക്കൊരു ബസ് ഉണ്ടായിരുന്നു പാവട്ടിയിൽ നിന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ വാഗയിൽ പോയിട്ടെന്ന് വെച്ചാൽ പോവാം, അപ്പച്ചൻ്റെ കൂടെ തിരിച്ച് പോരാലോ എന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ കയറിയപ്പോൾ തങ്കാണി കാണുന്നത് ആ ഡ്രൈവർ ചേട്ടൻ്റെ അവിടുത്തെ സീറ്റ് തന്നെ ഇരിക്കണം. അവന് ആ കമ്പി പിടിച്ച് കുറേ നേരം കളിയായിരുന്നു. ഇങ്ങനെ ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, ഒരു ഷോർട്സ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ഷോർട്സാണ്. അങ്ങനെ ഞാൻ നാളേക്കുള്ള റെസിപ്പിക്കുള്ള ഒരു ഫ്രൂട്ട്സ് തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. പക്ഷേ സാധനം അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വന്ന് അവിടെ തന്നെ ഞാനും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വീട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം വിശപ്പാണല്ലോ വരിക. അപ്പം അമ്മ എന്താ പറയുക, നമുക്ക് പെൺകുട്ടികൾക്ക് എന്താ പറയുക, നമ്മൾ സ്വന്തം വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഹിതം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാ വീട്ടിലുണ്ട്. അങ്ങനെ അമ്മ എനിക്കും ചേച്ചി ആരാ വരണമെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ മേടിച്ചേന്ന്. അപ്പോൾ പിന്നെ ആ ഭാഗ്യം ഇപ്രാവശ്യം എനിക്കായിരുന്നു. അപ്പോൾ വലിയൊരു ചിക്കൻ കാല്, എനിക്കിഷ്ടമുള്ള ചിക്കൻ കാലും കഴുത്തൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വറുത്തിട്ട്. അപ്പോൾ മീൻകറിയും ചിക്കൻ കാലും കായ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ടപ്പോഴത്തേനും അപ്പാപ്പൻ വന്നപ്പോൾ പിന്നെ അപ്പാപ്പനെ മതി. അപ്പാപ്പനെ ജീവനാട്ടോ. എന്ന് വെച്ചാൽ അപ്പാപ്പൻ ഉണ്ടെങ്കിൽ വേറെ ഒരാളും വേണ്ട. അവനിങ്ങനെ കളിച്ചിരിക്കും. ഇപ്പോൾ ഈ നേരത്തൊക്കെ അപ്പാപ്പൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ തന്നെ ജോലി സ്ഥലത്തു നിന്ന് പുട്ടും കടലയും കായക്കൊലയും പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പച്ചൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 6 മണിക്കായപ്പം ഞങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ട് കാണണ്ടല്ല, അതിന് മുന്നേറ്റൊരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ കാണാമല്ലോ. അപ്പം പിന്നെ അതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് വേഗം പോന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നപ്പോഴും അപ്പാപ്പൻ്റെ അടുത്തൊന്നും പോരാൻ വയ്യ. അപ്പം അങ്ങനെ പറയാണ് പനിയാണ്, അവിടെ നിന്നോ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മൂപ്പരാൾ മേത്തുനിന്ന് ഇറങ്ങണേ ഇല്ല, കൈ കാണിച്ചിട്ടും വരുന്നില്ല. ആര് കൈ കാണിച്ചാലും വരുന്നില്ല. ഞാൻ കൈ കാണിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വന്നാലും അപ്പച്ചൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകണത്. എന്ന് വെച്ചാൽ അപ്പച്ചനില്ല, എൻ്റെ അവനെ പറ്റില്ല. കണ്ട അപ്പച്ചൻ്റെ അടുത്തേക്ക് തന്നെ പോവുള്ളൂ. അതിപ്പോൾ ആരായാലും ഉണ്ടെങ്കിലും ആര് വിളിച്ചാലും തിരിച്ചു വരില്ല. അങ്ങനെ അപ്പച്ചൻ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഊന്നാക്കുന്നുണ്ട് കേട്ടോ. വിളിയാണ് ഇപ്പോൾ കൂടുതൽ വർത്താനത്തിൽ. അങ്ങനെ അമ്മ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ നിൽക്കുന്നുണ്ട്, പക്ഷേ വരുന്നില്ല. വരാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്ന് കളിച്ചു കേട്ടോ. ചായ ഒന്നും കുടിച്ചില്ല അപ്പച്ചൻ. കാരണം അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വന്ന് ചായ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് പോകണമല്ലോ ഇരുട്ടാവണതിന് മുന്നേ. അപ്പോൾ പിന്നെ വേഗം ഒരു 5 മിനിറ്റ് നിന്നിട്ട് അപ്പച്ചൻ നേരെ പോവുകയാണ് ചെയ്തത് കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ വീട്ടിൽ നിന്ന് പഴം കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് വലിയ കാര്യമായിട്ട് വിശന്നതൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ നെസ്റ്റോറിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ലേസൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.